ഇന്ന് നമുക്ക് ബട്ടർ ചിക്കൻ റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം. ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ എല്ലോട് കൂടിയ കഷ്ണങ്ങൾ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1.5 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും, അതുപോലെ 2 ടീസ്പൂൺ നാരങ്ങ നീര്, 1/2 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ ഓയിൽ, 3/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാം. പാനിൽ ഒരല്പം ഓയിൽ ഒഴിച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. കൂടുതലായിട്ട് പൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മീഡിയം വലിപ്പമുള്ള ഒരു സവാള അരിഞ്ഞതും, ഒരു 8 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക്, ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പമുള്ള 3 തക്കാളി അരിഞ്ഞത്, 10 അണ്ടിപ്പരിപ്പ്, ഇതും കൂടി ചേർത്തൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇതും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തിളച്ച് വന്നാൽ തീ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കണം. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് തരിയില്ലാതെ അരച്ചെടുക്കണം. ഇനി ചട്ടി വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് ബട്ടറിലിട്ട് വഴറ്റാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പൊടി ഇട്ട് കൊടുക്കാൻ. ചില്ലി പൗഡർ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി അരച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 1 കപ്പ് വെള്ളം മിക്സി ജാറിൽ വെച്ചിട്ട് ഒന്ന് ചുഴറ്റി വയ്ക്കാം. ഇതിലേക്കിനി നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. തിളച്ച് വന്നാൽ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കസൂരിമേത്തി കൈകൊണ്ടൊന്ന് പൊടിച്ചിടാം. ഒരൽപ്പം മല്ലിയിലയും ചേർക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.